ഹലോ എവരിവൺ, ഐ എം സമീർ രാജമൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ റൊമാൻറ്റിക് പീരീഡ് എന്ന സബ്ജക്റ്റിലെ 3rd മൊഡ്യൂൾ ടെക്സ്റ്റ് ആൻഡ് ഇഷ്യൂസ് ഓഫ് ദ റൊമാൻറ്റിക് പീരീഡ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ റൊമാൻറ്റിക് പീരീഡിലെ പ്രധാന സാഹിത്യ കൃതികളിലൊക്കെ അവർ അവതരിപ്പിച്ച വിഷയങ്ങൾ എന്ന് പറയുന്നത് അവിടെയുണ്ടായ സാമൂഹിക രാഷ്ട്രീയ തകർച്ചയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഈ സാഹിത്യകൃതികളിലൊക്കെ അവതരിപ്പിച്ചത്. പ്രത്യേകിച്ചും ഈ ലിറ്റററി ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു ആ കാലഘട്ടത്തിലെ ഗ്രോത്ത് ഓഫ് ഫാക്ടറി സിസ്റ്റത്തിൻ്റെയൊക്കെ വളർച്ചയുടെ ഫലമായി ഉണ്ടായ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ, വിള്ളലുകളെ, അതിനോടൊക്കെയുള്ള ഒരു പ്രതികരണമാണ് ലിറ്റററി ടെക്സ്റ്റുകളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലിറ്റററി ടെക്സ്റ്റുകളിൽ അവതരിപ്പിച്ച മറ്റു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഫാക്ടറി സിസ്റ്റത്തിൻ്റെ വളർച്ചയിലൂടെ, അതായത് ഒരുപാട് ഫാക്ടറികളൊക്കെ വന്നതോടുകൂടെ മനുഷ്യൻ്റെ വർക്കുകൾ കുറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഈ താഴെയുള്ള തൊഴിലാളി വർഗം എന്നൊരു വിഭാഗം, പ്രധാനമായിട്ട് പാരമ്പര്യമായിട്ട് കൈത്തൊഴിലുകളൊക്കെ ചെയ്തു വരുന്നിരുന്ന, കരകൗശല പണികളൊക്കെ ചെയ്തു വന്നിരുന്ന അവരുടെ ജോലിയൊക്കെ ഇല്ലാതായി, അവരുടെ അപ്രത്യക്ഷമാകൽ, ഈ ഒരു വിഷയമാണ് ഈ ലിറ്റററി ടെക്സ്റ്റുകളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നഗരങ്ങളിലെ ജനസംഖ്യാ വർധനവ്, ഈ പ്രധാന ഇഷ്യൂകളൊക്കെയായിരുന്നു അവരുടെ ബുക്കുകളിൽ പ്രധാനമായും അവർ അഡ്രസ്സ് ചെയ്തത്. റൊമാൻറ്റിക്സ് വിശ്വസിച്ചിരുന്നത് ജീവിതത്തിലെ ഇത്തരം തകർച്ചകൾക്ക് പ്രധാന കാരണമായത് അവിടെയുണ്ടായ വ്യാവസായിക വിപ്ലവത്തിൻ്റെയും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വാണിജ്യപരമായിട്ടുള്ളതും അതുപോലെ തന്നെ മനുഷ്യൻ്റെ സാമ്പത്തിക അമിതമായ താല്പര്യങ്ങളൊക്കെയാണ് മനുഷ്യനെ ഒറ്റപ്പെടുത്തിയത്, സോളിറ്ററി ആക്കിയത് എന്നാണ് റൊമാൻറ്റിക്സ് വിശ്വസിക്കുന്നത്. അപ്പോൾ റൊമാൻറ്റിക്സിന് അവരുടെ സാഹിത്യകൃതികളിൽ ചിത്രീകരിച്ചിരിക്കുന്ന അവരുടെ കൺസേൺ ആണ്, അവരുടെ ആകുലതകളാണ്. അപ്പോൾ ഒരു രാജ്യം മൊത്തം അതിൻ്റെ യൂണിറ്റിയോടുകൂടിയുള്ള ഒന്നാകണം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് കോൾറിഡ്ജിൻ്റെ അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ വൺ ലൈഫ് എന്നാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിഫലിച്ചിട്ടുള്ളത് അന്നേരത്തെ രാഷ്ട്രീയമായിട്ടുള്ള തകർന്ന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് ഇവരുടെ ബുക്കുകളിൽ പ്രതിപാദിച്ചത്. റൊമാൻറ്റിക് റൈറ്റർ ആയിട്ടുള്ള പേഴ്സി ഷെല്ലി അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ യുഗത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ തീം എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ ആണെന്ന്, ഫ്രഞ്ച് വിപ്ലവമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ റൊമാൻറ്റിക് ഏജിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സും അവരുടെ വർക്കുകളും, ഈ വർക്കുകളിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ആ ഒരു കാലഘട്ടത്താണ് ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നതും അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയ സിറ്റുവേഷൻസ് ഒക്കെ തന്നെയാണ് അവരുടെ കൃതികളിൽ അവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള വർക്കുകളിൽ ഒന്നാണ് ദി പ്രെല്യൂഡ്. ഇത് എഴുതിയിരിക്കുന്നത് വില്യം വേർഡ്സ്വർത്ത് ആണ്. അദ്ദേഹം അതിൽ പ്രധാനമായിട്ടും അവതരിപ്പിച്ചത് ദ ഫാൾ ഓഫ് ബാസ്റ്റൈലിനെ കുറിച്ചും ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ചുമാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്ന സമയത്താണ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ അനന്തര ഫലമായിട്ട് പൊളിറ്റിക്കൽ പ്രിസൺ, ജയിലായിട്ടുള്ള കോട്ടയായിട്ടുള്ള ബാസ്റ്റൈലിൻ്റെ തകർച്ച, ഇതിനനുബന്ധിച്ചുമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ റൊമാൻറ്റിക് റൈറ്ററായിട്ട് വില്യം വേർഡ്സ്വർത്തും അതുപോലെ തന്നെ കോൾറിഡ്ജും ഒക്കെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ അതിനെ സപ്പോർട്ട് ചെയ്തവരും കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട റൈറ്ററാണ് എഡ്മണ്ട് ബുർക്ക്. അദ്ദേഹത്തിൻ്റെ വർക്ക് റിഫ്ലക്ഷൻ ഓൺ ദ റെവല്യൂഷൻ ഇൻ ദ ഫ്രാൻസ്. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ തുടക്കത്തിൽ നല്ല സപ്പോർട്ടാണ് ഈ ഒരു വിപ്ലവത്തിന് ഉണ്ടായിരുന്നത്. കാരണം പൊതുവെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഫ്രഞ്ചുകാരെ ഈ ക്രൂരമായ ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാകാനുള്ള ഒരു വിപ്ലവമായിട്ടാണ് ഫ്രഞ്ച് റെവല്യൂഷനെ ആദ്യം കണക്കാക്കിയിരുന്നത്. തുടക്കത്തിൽ ഫ്രഞ്ച് റെവല്യൂഷന് അനുകൂലമാണെങ്കിലും പിന്നീട് ഒരുപാട് റൈറ്റേഴ്സ് ഇതിനെ പ്രതികൂലമായിട്ട് അതിനെ പ്രതികരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ബുർക്ക് അഭിപ്രായപ്പെട്ടത്, അദ്ദേഹം ആർഗ്യൂ ചെയ്തത് ഈ ഫ്രഞ്ച് റെവല്യൂഷണറീസ് ഒക്കെ തന്നെ അവരുടെ പാരമ്പര്യത്തെ, നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നും അതുകൊണ്ട് ഇവർ അനുഭവത്തെക്കാൾ എക്സ്പീരിയൻസിനേക്കാൾ പ്രാധാന്യം റീസണ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇത് വലിയ രാഷ്ട്രീയ വയലൻസിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്ന് ബുർക്ക് അഭിപ്രായപ്പെട്ടു. മറ്റ് പ്രധാനപ്പെട്ട വർക്കുകളാണ് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെ എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മെൻ, അതുപോലെ തന്നെ എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ. ഇതിൽ പ്രധാനമായും ഈക്വാളിറ്റി, സമത്വത്തെ, പുരുഷനും സ്ത്രീക്കും വേണ്ടിയുള്ള തുല്യമായ സമത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് ഇവർ ഈ വർക്കുകളിൽ അവതരിപ്പിച്ചത്. മറ്റൊരു റൈറ്റർ എന്ന് പറയുന്നത് തോമസ് പെയിൻ. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ദ റൈറ്റ്സ് ഓഫ് മാൻ. പിന്നെ വില്യം ഗോഡ്വിൻസ്, അദ്ദേഹത്തിൻ്റെ വർക്കാണ് എൻക്വയറി കൺസേണിങ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. മറ്റൊന്ന് പോയറ്റ് ആൻഡ് നോവലിസ്റ്റ് ആയിട്ടുള്ള ഹെലൻ മരിയ വില്യം, അവരുടെ വർക്കാണ് ലെറ്റേഴ്സ് റിട്ടൺ ഇൻ പാരീസ്.
മറ്റൊരു പ്രധാനപ്പെട്ട റൈറ്ററാണ് എറാസ്മസ് ഡാർവിൻ. അദ്ദേഹത്തിൻ്റെ പോയട്രിയാണ് ഇനി പറയുന്നത്. ദ ലവ്സ് ഓഫ് ദ പ്ലാന്റ്സ്, ദ ബോട്ടണിക് ഗാർഡൻ, ദ ടെമ്പിൾ ഓഫ് നേച്ചർ. മറ്റൊരു പ്രധാനപ്പെട്ട റൈറ്ററാണ് വില്യം ബ്ലേക്ക്. അദ്ദേഹം ഫ്രഞ്ച് റെവല്യൂഷനെ അനുകമ്പയോടെയാണ് നോക്കിക്കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഏകാധിപത്യത്തിൻ്റെ അടിച്ചമർത്തലുകളുടെ ഏകാധിപത്യത്തിനെതിരെയൊക്കെയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമാണ്, സ്ഫോടനമാണ്, അതിൻ്റെ തുടക്കമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. വില്യം ബ്ലേക്കിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് ദ സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ചിമ്നി സ്വീപ്പർ, ലണ്ടൻ എന്നത് അദ്ദേഹത്തിൻ്റെ പോമാണ്. പോയറ്റ്സ് ഓഫ് സെക്കൻഡ് ജനറേഷൻ, റൊമാൻറ്റിക്സ് പോയറ്റ്സ് ഓഫ് സെക്കൻഡ് ജനറേഷൻ എന്നറിയപ്പെടുന്ന പേഴ്സി ഷെല്ലിയുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് അദ്ദേഹത്തിൻ്റെ സോണറ്റ് ആണ് ഇംഗ്ലണ്ട് ഇൻ 1819, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് നോർത്ത് ഓൺ ആന്തോളജി എന്ന് പറയുന്നത്. സോണറ്റ് എന്ന് പറയുന്നത് 14 ലൈൻസ് പോമാണ്. അപ്പോൾ ഈ 14 ലൈൻസിലൂടെ ദി ഇംഗ്ലണ്ട് ഇൻ 1819 എന്ന ഈ സോണറ്റിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഗവൺമെൻറ്, കിങ്, അതുപോലെ തന്നെ ചേർച്ച് എന്ന് പറയുന്നത് രാജ്യത്തെ മലിനമാക്കുന്നതും അഴിമതി നിറഞ്ഞതും ഹിപ്പോക്രിറ്റിക്കലും അതുപോലെ തന്നെ അതിക്രൂരവുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് റൊമാൻറ്റിക് പീരീഡിലെ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ, റൈറ്റേഴ്സ് ആരൊക്കെയാണ്, ആ ടെക്സ്റ്റുകളിൽ അവർ പ്രതിപാദിച്ചിട്ടുള്ള വിഷയം, അതിൻ്റെ തീം എന്താണ് എന്നൊക്കെയാണ്. അത് പ്രധാനമായിട്ടും ഫ്രഞ്ച് റെവല്യൂഷനും അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ ആം സമീറ അജ്മൽ സൈനിങ് ഓഫ്.